ഹലോ, നല്ല മഴയ്ക്കില്ലേ? അപ്പോൾ അതേ എനിക്ക് നല്ല ഡ്യൂട്ടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 29-ാം തീയതി മുതൽ സുഡുവിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് മാസത്തിൽ ലാസ്റ്റത്തെ ശനിയാഴ്ച ഹാഫ് ഡേ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അധികം കഴിക്കാണ്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോയി. അപ്പം വരുമ്പോഴേക്കും ഒരു 12 മണിയാകുമ്പോഴേക്കും അവൻ എത്തും കേട്ടോ. അപ്പോൾ 11 ആകുമ്പോൾ വിടും. ഇഷ്ടപ്പെട്ട വിഭവമാണ് ബിരിയാണി. അപ്പോൾ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലഞ്ചായിട്ട്. പിന്നെ അതേ സർലാസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ മുട്ട അതിൽ മിക്സാക്കി കഴിഞ്ഞാൽ രണ്ടാളും കഴിക്കില്ല കേട്ടോ. അവർക്ക് അത് തൊണ്ട് കളഞ്ഞ് വെറുതെ ഇത്തിരി വെളിച്ചെണ്ണയും കുരുമുളക് പൊടി ഉപ്പിട്ട് അതിൽ മുക്കിക്കാനാട്ടോ ഇഷ്ടം. പിന്നെ അതാ ഞാൻ കുഞ്ഞാറ്റിന് സുഡുവിനെ കൊണ്ടുവരാൻ പോകാൻ നേരമായി. ഞാൻ എപ്പോൾ വിളിച്ചാലും മിട്ട് ഓടി വരും കേട്ടോ. അവൻ്റെ വയറ് കണ്ട ഗുണ്ടായിട്ടിരിക്കണ്. അവൾ പ്രഗ്നൻ്റ് ആട്ടോ. പിന്നെ അതേ നിറച്ച് തുണികൾ, കസേരമേയും നിറച്ച് തുണികൾ, അഴയിലും നിറച്ച് തുണികളാട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, മഴ കാരണം ഉണങ്ങി കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളത് അലക്കാനും പറ്റുന്നില്ല കേട്ടോ. അവളെ വിളിച്ചതല്ലേ എന്ന് കരുതി വിളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ കൊടുക്കട്ടോ. അപ്പോൾ അത് ഇന്നലെ ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറിയുടെ ബാക്കിയുണ്ട് നോക്കിയപ്പോൾ അതിൽ കുറച്ചുള്ളൂ. അതിൽ അവൾക്ക് കൊടുക്കാൻ പറ്റിയ പീസൊന്നുമില്ല. എന്നാൽ പിന്നെ ഇന്നലത്തെ പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കൊടുക്കാൻ വന്നപ്പോൾ കുഞ്ഞാറ്റ ദൈവം വിളിച്ചിട്ട് പോവാം. പിന്നെ അവിടെ വേറൊരാളെയും കൊണ്ട് കണ്ടില്ലേ, അത് മിട്ടുൻ്റെ ചേച്ചി കേട്ടാ, റാണി. പിന്നെ എന്താ കുഞ്ഞാറ്റയുടെ ചെവി കഴിക്കുന്ന സംഭവം കണ്ടാ. അത് ഞങ്ങൾ വെക്കേഷനിൽ 3 രൂപ വാങ്ങിച്ചു കേട്ടാ. നല്ല രസമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പൊന്നും അടിക്കില്ല. ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വെക്കാൻ നല്ലതാട്ടോ. ചെവിയിലേക്ക് കാറ്റൊന്നും അടിക്കില്ല. പിന്നെ അത് നൈസായിട്ട് അത് ഒച്ച ഉണ്ടാക്കൂട്ടാ. മുറുക്കഞ്ഞക്ക് മതി. പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടി സുഡുവിനെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് മഴയില്ല കേട്ടോ. കാലത്തുണ്ടെങ്കിൽ മഴയായിരുന്നു. ഞാൻ അവനെ കൊണ്ടുവന്നാക്കാനൊക്കെ പോകുമ്പോൾ നല്ല മഴയായിരുന്നു. കാലത്തൊരു 7:30 നേരത്തൊക്കെ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് അവനെ കാണാണ്ട് ഇപ്പോൾ അവൾ ബോറടിച്ചിട്ട് മതിലുമ്മ കയറി കളിക്കുന്നുണ്ട്. മതിലല്ല, ഗേറ്റുമ്മ കയറി മേളിൽ കയറാൻ താഴെ ഇറങ്ങുക, അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാട്ടാ. പിന്നെ അത് കഴിഞ്ഞതാ സുഡു വന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഞാൻ വേഗം അവൻ്റെ അടുത്ത് ഡ്രസ്സ് മാറാൻ പറയട്ടാ. അപ്പോൾ എന്തിനമ്മ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കാം. പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് അവൻ അറിയില്ലല്ലോ. അതേ വന്നപ്പോൾ തന്നെ വേഗം ഫുഡ് കൊടുക്കുക. ഇഷ്ടമുള്ളത് കാരണം വേഗം വാങ്ങി കഴിക്കൂട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ അടി ഉണ്ടാക്കണം. അപ്പം ഞാനും കാലത്ത് പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതേ അവർക്ക് ഫുഡ് കൊടുക്കണ ആ കൂട്ടത്തിൽ കൂടെ തന്നെ ഞാനും കൂടി കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ 3 ഫുഡിങ് ഒറ്റയടിക്ക് കഴിയും. ഇനി വേറെ പ്ലേറ്റിലൊന്നും എടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ വിചാരിച്ച് 3 കൂടി ഇരുന്ന് കഴിക്കാട്ടോ. ബിരിയാണിക്ക് വേറെ അതിൻ്റെ കൂടെ ഒന്നും വേണ്ട, നൈസ് മസാല ആട്ടോ. അധികം എരിവില്ല, എന്നുവെച്ചാൽ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മിട്ട് കാല് വെച്ച് കയറാം അവൾക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പൂഞ്ഞാലിൽ വന്നിരുന്നാലേ ഒരുത്തി കണ്ട മുകളിൽ വന്നിക്കുന്നു. താഴെ ഇറങ്ങാൻ ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞതേ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി വാടി കുഞ്ഞാറ്റുന്ന കുഞ്ഞാറ്റു. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.